ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനി സ്ഥാനം ഏറ്റെടുത്ത വാർത്ത നിങ്ങൾ കണ്ടു കാണും. മംദാനിയുടെ വാക്കുകളും നമ്മുടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് മംദാനിയുടെ വാക്കുകളല്ല. മംദാനിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മുതിർന്ന സെനറ്ററും ഇടത് ആശയധാരയുടെ പ്രചാരകനുമായ ബെർണി സാൻഡേഴ്സിനെയായിരുന്നു. മുമ്പും നമ്മുടെ ചാനലിൽ ബെർണി സാൻഡേഴ്സിന്റെ പ്രഭാഷണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് മുൻപായി ബെർണി സാൻഡേഴ്സ് നടത്തിയ ശക്തവും അവിസ്മരണീയവുമായ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയാണ്. തന്റെ പതിവ് ശൈലിയിൽ ശക്തമായ വാദങ്ങളുമായാണ് സാൻഡേഴ്സ് ന്യൂയോർക്ക് ജനതയ്ക്ക് മുൻപിൽ തന്റെ വാക്കുകൾ ഉയർത്തിയത്. പ്രധാനമായിട്ടും ഇടത് ആശയങ്ങൾ ഒരു മുതലാളിത്ത രാജ്യത്തിന് എത്രമാത്രം പ്രസക്തമാണ് എന്നതുകൂടി സാൻഡേഴ്സിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരിട്ട് പ്രസംഗത്തിലേക്ക് കടക്കാം. താങ്ക് യു മിസ്റ്റർ മേയർ. ഈ അസാധാരണവും ഹൃദയസ്പർശിയും മനോഹരവുമായ സായാജ്ഞത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി. ഞാനിവിടെ പ്രധാനമായും ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളോട് നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെയധികം വിദ്വേഷം, വളരെയധികം വിഭജനം, വളരെയധികം അനീതി എന്നിവ നിറഞ്ഞു കാണുന്ന ഈ സമയത്ത് സൊഹ്റാൻ മംദാനിയെ നിങ്ങളുടെ മേയറായി തിരഞ്ഞെടുത്തതിന് നന്ദി. ന്യൂയോർക്കിലെ പ്രായമുള്ളവരെ, നമ്മുടെ രാജ്യത്തെ പ്രചോദിപ്പിച്ചതിന് നന്ദി. തീരം മുതൽ തീരം വരെ സമ്പന്നരും കുറച്ചു പേർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ശരിയായ പ്രത്യാശയും ദർശനവും നൽകിയതിന് നന്ദി. അമേരിക്കയിലും ലോകമെമ്പാടും ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഈ നിമിഷത്തിൽ ഈ നഗരത്തിലെ 90,000-ൽ-അധികം പേർ സൊഹ്റാന്റെ പ്രചാരണത്തിനായി സന്നദ്ധ സേവനം ചെയ്തു. നിങ്ങൾ വാതിലുകൾ തോറും മുട്ടി വിളിച്ച് പ്രചരണം നടത്തി. ഈ നഗരത്തിന്റെ ഭാവിക്കായുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രത്യാശകളും പങ്കുവച്ചു. അതിനായി നിങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരമ്പരാഗത ശൈലികളെ എതിർത്തു. റിപ്പബ്ലിക്കൻ സ്ഥാപനത്തെ എതിർത്തു. ഏറ്റവും പ്രധാനമായി അമേരിക്കൻ പ്രസിഡന്റിനെയും അതിശക്തമായി എതിർത്തു. അതോടൊപ്പം ചില അതിസമ്പന്ന ഒലിഗാർക്കുകളെയും നിങ്ങൾ എതിർത്തു. ആധുനിക അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയിൽ നിങ്ങൾ അവരെ പരാജയപ്പെടുത്തി. നിങ്ങൾ ലോകത്തിന് ഇന്ന് പഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം കാണിച്ചു തന്നു. അതായത്, തൊഴിലാളി വർഗക്കാർ ഒന്നിച്ചു നിൽക്കുമ്പോൾ, അവർ നമ്മെ വിഭജിക്കാൻ അനുവദിക്കാതിരിക്കുമ്പോൾ നമുക്ക് നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. മികച്ചതും വിജയകരവുമായ പ്രചരണം നടത്തുക വിജയത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു. എന്നാൽ 8 മില്യൺ ജനങ്ങളുള്ള ഒരു നഗരം ഭരിക്കുക എന്നത് എല്ലാ സങ്കീർണതകളും പ്രശ്നങ്ങളും കൊണ്ട് ഇനിയും കഠിനമായിരിക്കും. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സൊഹ്റാന് നിങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു. ഇപ്പോൾ ഭരിക്കാനും അദ്ദേഹത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഗ്രാസ് റൂട്ട്സ് ജനാധിപത്യവും ജനങ്ങൾ ഈ നഗരത്തിന്റെ ദൈനംദിന പോരാട്ടങ്ങളിൽ പങ്കെടുക്കുന്നതും നല്ല ഭരണത്തിലേക്ക് നയിക്കും. ദയവായി അത് തുടർന്നുകൊണ്ടേയിരിക്കുക. രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുക. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് സൊഹ്റാന്റെ എതിരാളികൾ അദ്ദേഹം പ്രചാരണം നടത്തിയ അജണ്ടയെ റാഡിക്കൽ കമ്മ്യൂണിസ്റ്റിക് എന്ന് വിളിച്ചതാണ്. തീർത്തും നേടാനാവാത്തത് എന്നതാണ്. എന്നാൽ ശരിക്കും നമ്മൾ വിശ്വസിക്കുന്നത് അതല്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യത്ത് ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വീടുകളിൽ താമസിക്കുവാൻ ഉറപ്പാക്കുന്നത് റാഡിക്കൽ അല്ല. അത് ശരിയായതും മാന്യവുമായ കാര്യമാണ്. ഒരു വലിയ ഭവന പ്രതിസന്ധിയുടെ നടുവിൽ ഇത് ഈ നഗരത്തിന്റെയും രാജ്യത്തിന്റെയും ജനങ്ങൾ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ്. സൗജന്യവും ഉയർന്ന നിലവാരമുള്ളതുമായ കുട്ടികളുടെ പരിചരണം നൽകുന്നത് റാഡിക്കൽ അല്ല. ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ രാജ്യങ്ങൾ വർഷങ്ങളായി ഇത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിനായി നന്നായിട്ട് തയ്യാറെടുക്കാൻ ആവശ്യമാണ്. തൊഴിലാളി മാതാപിതാക്കൾക്ക് അടിയന്തരമായി ആവശ്യമുള്ളതാണ്. അമേരിക്കയിലെ എല്ലാ നഗരങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. സൗജന്യ ബസ് ഗതാഗതം റാഡിക്കൽ അല്ല. ഇത് തൊഴിലാളികൾക്ക് സമയവും പണവും ലാഭിക്കുവാൻ സഹായിക്കും. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കും. നഗരത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും. നഗരത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വരുമാനം പരിഗണിക്കാതെ താങ്ങാനാവുന്ന വിലയിൽ മാന്യമായ ഗുണനിലവാരമുള്ള ഭക്ഷണം ലഭ്യമാക്കുന്നത് റാഡിക്കൽ അല്ല. നല്ല പോഷകാഹാരം നമ്മെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നു. ദീർഘകാല രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു. ദീർഘകാലത്തിൽ നഗരം സ്പോൺസർ ചെയ്ത ഗ്രോസറി സ്റ്റോറുകൾ സമൂഹത്തിന് പണം ലാഭിക്കും. അവസാനമായി, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, സമ്പന്നരും വലിയ കോർപ്പറേഷനുകളും അവരുടെ ന്യായമായ നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ സമ്പന്നരും വലിയ കോർപ്പറേഷനുകളും അവരുടെ ന്യായമായ നികുതി അടയ്ക്കാൻ തുടങ്ങണമെന്ന് ആവശ്യപ്പെടുന്നത് റാഡിക്കൽ അല്ല. അത് തീർത്തും ശരിയായ കാര്യമാണ്. ഇന്ന് നമ്മുടെ ജനങ്ങളിൽ 60%-ലധികം ന്യൂയോർക്കിലെ ജനങ്ങൾ
വെർമോണ്ടിലെ ജനങ്ങൾ, ഈ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ചെലവുകൾക്കായി ശമ്പളം തികയാതെ ജീവിക്കുന്നു. നമുക്കിതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വരുമാനവും സമ്പത്ത് അസമത്വമുണ്ട്. 10 മില്യണുകൾ ഭക്ഷണം മേശപ്പുറത്ത് വെക്കാൻ പാടുപെടുമ്പോൾ, ആരോഗ്യ പരിചരണത്തിനും ഭവനത്തിനും പണം കൊടുക്കുവാൻ പാടുപെടുമ്പോൾ അതിസമ്പന്നരായ 1% പേർ ഇതുവരെ ഇത്ര നല്ല നിലയിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ബില്യൺ കണക്കിന് ഡോളർ ഉള്ളവരും വലിയ കോർപ്പറേഷനുകളും നികുതിയിൽ ഏതാണ്ട് ഒന്നും അടയ്ക്കുന്നില്ല. അത് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കും. ഈ നഗരത്തിലെയും രാജ്യത്തിലെയും ബില്യണർ വർഗം അമേരിക്കയിൽ അവർക്ക് എല്ലാം ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കണം. അമേരിക്ക നമ്മുടെ മഹാനായ രാജ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതായിരിക്കണം, കുറച്ചു പേർക്ക് മാത്രമല്ല. ആ പാഠം ഇന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ തുടങ്ങുന്നു. ഈ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രത്യാശയ്ക്കും പ്രചോദനത്തിനും നന്ദി. ഇപ്പോൾ നിങ്ങളുടെ പുതിയ മേയറെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് എന്റെ ബഹുമതിയാണ്.